പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരുകയാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. സിബി ജോസഫ് ചേരുന്നു. സിബി, എങ്ങനെ പുരോഗമിക്കുന്നു സത്യപ്രതിജ്ഞ? കേരളത്തിൽ നിന്നുള്ളവരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതായി മനസ്സിലാക്കുന്നു. സമഗ്ര വിവരങ്ങൾ. അസിത, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്നിപ്പോൾ ആദ്യ ദിവസത്തെ സത്യപ്രതിജ്ഞ എല്ലാ നിലയും അവസാനിച്ച് ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ 11 മണി മുതൽ ഇന്ന് ബാക്കിയുള്ള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. എന്തായാലും കേരളത്തിലെ എംപിമാരെല്ലാം തന്നെയും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്നും 17 എംപിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതോടൊപ്പം തന്നെ ശശി തരൂർ എം പി, അദ്ദേഹം വിദേശത്തായതിനാൽ അദ്ദേഹം ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുക. വയനാട് സീറ്റാണെങ്കിൽ നമുക്കറിയാം, വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച പശ്ചാത്തലത്തിൽ അവിടെ എം പി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. സുരേഷ് ഗോപി ആണെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒപ്പമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും ഇന്നിപ്പോൾ ഈ 17 എംപിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൽ ദൈവനാമത്തിലും ദണ്ഡനിശ്ചയം ചെയ്തിട്ടെല്ലാമാണ് ഇപ്പോൾ എല്ലാ എംപിമാരും മലയാളത്തിലും വിവിധ ഭാഷകളുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ 4 പേർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, എൻ കെ പ്രേമേന്ദ്രൻ, പാർലമെന്റിലേക്ക് ആദ്യമായി എത്തിയ ഷാഫി പറമ്പിലും ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത്. ഹിന്ദിയിൽ ഹൈബീഡൻ സത്യപ്രതിജ്ഞ ചെയ്തു. അതുകൂടാതെ LDFിൻ്റെ എം പിയായ കെ രാധാകൃഷ്ണൻ എം പിയും അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. അങ്ങനെ കൂടാതെ കേന്ദ്രമന്ത്രി കൂടിയായ BJP അംഗം സുരേഷ് ഗോപി, അദ്ദേഹം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന ഒരു പ്രാർത്ഥനയോടെയായിരുന്നു അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചേംബറിലേക്ക് എത്തിയത്. അങ്ങനെ എല്ലാ എംപിമാരും 17 എംപിമാരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ശശി തരൂർ എം പി, അദ്ദേഹം അടുത്ത ആഴ്ചയ്ക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ഇനിയിപ്പോൾ നാളെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ലോക്സഭ പിരിഞ്ഞു. ഇനി നാളെ രാവിലെ 11 മണി മുതലാണ് ലോക്സഭ വീണ്ടും ചേരുക. നാളെയും മുഴുവൻ സമയവും സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയായിരിക്കും. മറ്റന്നാളായിരിക്കും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. അസിത. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. നാളെ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടരും.